ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ടെറസിലെ കൃഷിത്തോട്ടത്തിനകത്താണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത കാലത്തായിട്ട് നമ്മളെപ്പോലെ ചെടികളും കൃഷികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ ചെടിയുടെ നടിയിലുമായിട്ടാണേ. അപ്പോൾ നമ്മുടെ ടെറസിൽ കുറേ സാധനങ്ങളൊക്കെ വിളവെടുക്കാനുണ്ട്. പെട്ടെന്ന് നമുക്കാവുന്ന വിളവെടുത്ത് കണ്ടിട്ട് താഴെ പോയി ചെടി കണ്ട് അവരെ ഒന്ന് നട്ടുവെക്കുകയും കൂടെ ചെയ്യാവേ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ നല്ല ഇനം പച്ചക്കറി ചെടികളുടെയും വിത്തുകൾ നമുക്ക് ഇതേപോലെ കൊടുക്കാനുണ്ട്. ഇത് കണ്ടോ, ചുവപ്പ് ചീരയാണേ. നിങ്ങൾ എൻ്റെ കൂടെ വാ, ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ഈ ചുവപ്പ് നിറത്തിലുള്ള ചീരയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചിരിക്കുന്നതാണേ. അപ്പോൾ ഇപ്പം നല്ലോണം മഴ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ കണ്ടോ, ഒന്നുപോലും ഇല്ലാതെ മുളയ്ക്കുന്നുണ്ട് കേട്ടോ, മുളയ്ക്കാതിരിക്കുന്നില്ല. ഇനി ഇവരെ വളർത്തി ഒരു കുറച്ച് വലിപ്പമായതിന് ശേഷം വേണം നമുക്ക് മാറ്റി നടാനായി. ഇതുപോലെ ചീരയുടെയും ചതുരപ്പയറിൻ്റെയും, ഇവിടെ ഞാൻ എൻ്റെ ചതുരപ്പയർ കിളിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തന്നല്ലേ. അതുപോലെ നല്ല വയലറ്റ് പയറുണ്ട്, കുറേ നാളുകളോളം വിളവ് തരും. ഇപ്പം നമ്മുടെ വിളവൊക്കെ തീരാറായി. ഇനി ഞാൻ വിളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അത് കളഞ്ഞിട്ട് നമുക്കവിടെ വേറെ ചെടി വേണം നട്ടുപിടിപ്പിക്കാൻ. അപ്പോൾ ഇതുപോലെ വയലറ്റും പച്ചകൾ പലതരത്തിലുള്ളതും പിന്നെ കാപ്സിക്കം. നമ്മുടെ ഈ കാപ്സിക്കം വിത്ത് പാകി മുളപ്പിച്ച തൈയാണിതേ. കണ്ടോ, എത്തോരം കാപ്സിക്കം ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതുണ്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശ്വസിച്ച് വാങ്ങാവുന്ന പലതരത്തിലുള്ള ഏകദേശം എല്ലാ പച്ചക്കറികളുടെയും വിത്തുകൾ നമ്മളുടെ കയ്യിലുണ്ട്. വിത്തുകൾ ആവശ്യമുള്ളവർ നമ്മൾ വീഡിയോയിൽ തരുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വിളവെടുത്തിട്ട് വരാവേ. ഇന്ന് നമ്മളിതേ ആദ്യം വിളവെടുക്കുന്നത് ഒരു തായ്ലാൻഡ് പിങ്ക് പേരയാണേ. അപ്പോൾ ഇതിലൊരു 2 എണ്ണം ഉണ്ട്. 2 എണ്ണം ഞാൻ വിളവെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഇതൊരിനം സീതപ്പഴമാണേ. നമ്മൾ സാധാരണ സീതപ്പഴം കാണുന്നത് പച്ച നിറത്തിലുള്ളതാണേ. എന്നാൽ ഇത് കണ്ടോ, വയലറ്റ് നിറത്തിലുള്ള സീതപ്പഴം. പക്ഷേ ഇലയൊക്കെ നമ്മുടെ സാധാരണ സീതപ്പഴം പോലെ തന്നെയാണ്. കണ്ടോ, ഞാനിതങ്ങോട്ട് വിളവെടുത്തു. ഇനി നമുക്ക് വീട്ടിൽ വെച്ച് മുറിക്കുമ്പോഴത്തെ കളർ കണ്ടോ, നല്ല വയലറ്റ് കളറാണ്. ഇനി ഇത് പഴുത്തിട്ട് പൊട്ടിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിറയെ പയർ കിടക്കുന്നത് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പയർ ഇവിടെ കിടന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ വിളവെടുത്ത് കാണിക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഈ പയർ ഇവിടെ കിടന്നാലേ തത്തമ്മയും അണ്ണാനും കൂടെ പിന്നെ ഒന്നും തരികയില്ല. അത്യാവശ്യം പാകമായി കിടക്കുവാണ്. അപ്പം ഞാൻ ഈ കിടക്കുന്നതൊക്കെ കണ്ടല്ലോ, ഇവരെ ഞാൻ വിളവെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വിളവെടുക്കും. എല്ലാത്തേലും തന്നെ കണ്ടോ, ഓരോ പയറും ഈ 2 എണ്ണം വെച്ച് ചേർന്നിട്ടുള്ളതാണേ. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനെയും വിളവെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ബീൻസ് ഇതേപോലെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം തന്നെ കുഞ്ഞു കായ്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ വലിപ്പം വെക്കുന്നതാണ്. നമ്മളിവിടെ കൊടുക്കുന്ന ബീൻസിൻ്റെ വിത്ത് തന്നെയാണ് ഞാനിവിടെ കിളിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വയലറ്റ് പയർ വിളവെല്ലാം തന്ന് തീർന്നതിന് ശേഷവും കായ്ച്ചിരിക്കുന്നതാണ്. നല്ല നീളം വയ്ക്കുന്നതാണ്. ഈ വിളവെടുപ്പോടു കൂടി നമ്മൾ ഈ ചെടിയെ ഇവിടുന്ന് പറിച്ചു മാറ്റിക്കളയും. ഈ 2 പാത്രത്തിലായിട്ടാണ് ഇപ്പോൾ ഈ പയർ നിൽക്കുന്നത്. ഇത് ഞാൻ വിളവെടുത്ത് ഇതിനെ ചെടികളെ മാറ്റിയതിന് ശേഷം ഇവിടെ എന്ത് നട്ടുപിടിപ്പിക്കണം എന്നാ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നതെന്ന് എന്നോട് പറയണേ. ചീരയാണോ, പയറാണോ, വെണ്ടയാണോ, പാവലാണോ, നിങ്ങൾക്ക് എന്തെന്നാണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് പയർ കിടക്കുന്നത് കണ്ടല്ലോ. കുറച്ച് പയറേ ഉള്ളൂ. നീളമൊന്നും കറക്റ്റായിട്ടൊന്നും ഉള്ളതല്ല. തീരുന്ന ഒരവസരമാണ്. നമ്മളെപ്പോലെ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ അത് അറിയാം. തീരാറാകുമ്പം ഇങ്ങനെയാണ് തരുന്നത്. ഇങ്ങനെയെങ്കിലും തന്നല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇത് തന്നെ നമ്മൾ ഇട്ടിരുന്നാലേ തത്തമ്മയും അണ്ണാനും വന്നിട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാനിത് വിളവെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വിളവെടുത്ത് തീർത്തിട്ട് നിങ്ങളെ കാണിക്കാം. അതുപോലെ കുറച്ച് ചുവന്ന പയർ, കുറച്ച് പച്ചപ്പയർ, പിന്നെ ഒരു പീച്ചിൽ, ഒരു സീതപ്പഴം, 2 തക്കാളിയെ ഇവിടെ നിന്ന് കിട്ടിയുള്ളൂ. ഞാൻ അപ്പുറത്തോട്ട് പോയില്ല കേട്ടോ, സമയം കുറവായതുകൊണ്ട്. പിന്നെ 2 പേരയ്ക്ക. ഇത്രയാണ് നമ്മളിന്ന് വിളവെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ താഴെ മുറ്റത്ത് പോയിട്ട് 2 ചെടികൾ നട്ടുപിടിപ്പിക്കാനുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ പോരെ, കാണാം. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് ഒരു കുറച്ച് സ്ഥലവും ഒരു കുഞ്ഞു വീടും വാങ്ങിച്ച് ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയ സമയത്ത് ആദ്യമെല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചത് ചെറിയ ചെടികളായിരുന്നു. വലിയ വിലയൊന്നും ഉള്ളതല്ല, ചെറിയ കാണാൻ ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടികളായിരുന്നു.
അതിനുശേഷമാണ് നമ്മളിതുപോലെ പച്ചക്കറി ചെടികളുടെ കൃഷിയിലേക്കും ടെറസായപ്പം ടെറസിലേക്ക് കൃഷിയിലേക്കും ഒക്കെ നമ്മൾ മാറിയത്. പിന്നെയും നമ്മുടെ പഴയ പോലത്തെ ആഗ്രഹം ഏകദേശം തിരിച്ചു വന്നിരിക്കുവാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടിയൊക്കെ ചെടികൾ നട്ടു വളർത്തണമെന്ന് തോന്നി. അപ്പോൾ നമ്മളിന്ന് പുതിയ കുറച്ച് ഇലച്ചെടികളുടെ നടിയിലും അതിൻ്റെ കാര്യങ്ങളുമാണ് ഇന്ന് നമ്മളെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന തൈകൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാവേ. നമുക്ക് ആദ്യം വരെ കാണാം, എന്നിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഓരോന്നോരോന്നായിട്ട് കാണിക്കാവേ. ചിലപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പലതും ഒരേപോലത്തെ എങ്ങാനും ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാവുന്നവർ എനിക്കതിനൊരു കമൻ്റ് ഇട്ട് പറഞ്ഞു തരണേ. ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു തയ്യെ. ഇത് അഗ്ലോണിമയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതൊരിനം നല്ല ഭംഗിയുള്ള ഇലകൾ തരുന്ന ചെടിയാണ്. അതിൽ ഒരെണ്ണം ഇതാണേ. അടുത്തത് ഇതാണേ. ഏതായാലും ഇതും ഒരേപോലത്തതല്ല. അടുത്തത് ഇതാണേ, കണ്ടോ. പിന്നെ അടുത്തത് ഇതാണേ. ഇതാണ് അടുത്തത്. ഏതായാലും ഈ വെച്ചിരിക്കുന്ന നാലും ഒരേപോലത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതും കൂടെ ഒന്നുപോലത്തതാണോ എന്നെനിക്ക് സംശയമുണ്ട്. നിങ്ങളത് കമൻ്റ് ഇട്ടേക്കണം അറിയാവുന്നവരെ. പിന്നെ ഒരെണ്ണം ഈ ചെടിയാണേ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പേര് പഠിച്ചു കഴിയുമ്പോൾ ഞാൻ പറയാം. ഇതിൻ്റെ പേരറിയാവുന്നവരെനിക്കൊന്ന് കമൻ്റ് ഇടാൻ മറന്നു പോകണ്ട കേട്ടോ. പിന്നെ അവിടെ ഒടിഞ്ഞു പോയ ഒരു കമ്പ് എനിക്ക് അവർ തന്നു വിട്ടതാണേ. നമുക്ക് നട്ട് വളർത്താം. ഞാനിത് വെള്ളത്തിനകത്ത് വെച്ചിരിക്കുമായിരുന്നു. കിളുക്കുമോയെന്ന് അറിയത്തില്ല. നമുക്ക് കിളുക്കുമോയെന്ന് നോക്കാം. കിളുക്കുന്നെങ്കിൽ കിളുക്കട്ടെ. അപ്പോൾ ഇതിനകത്തൊന്നും ഉള്ളതല്ലാത്തൊരു വെറൈറ്റി ആണെങ്കിൽ നല്ല കാര്യമാണ്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഇത് രണ്ടെണ്ണമാണേ. പക്ഷേ എനിക്ക് ഈ വെള്ള നിറം കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ചുവപ്പ് നിറം. ഇതിന് നല്ല വിലയായിട്ടുണ്ട് കേട്ടോ. ഇതിന് രണ്ടിനും കൂടെ 600 രൂപയായി. അത് മൈ ഡ്രീം ഗാർഡൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ 600 രൂപയായിട്ടുണ്ട്. ബാക്കിയൊന്നും അത്രയ്ക്കൊന്നും വില വന്നതല്ല. ഇനി നമുക്ക് ഇവരെ ഒന്ന് നട്ടുപിടിപ്പിക്കാം. ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനാവശ്യമായ പോട്ടിംഗ് മിക്സ് ആദ്യം ഉണ്ടാക്കാം. അതിന് ഞാനൊരു പഴയ നമ്മളിവിടെ മണ്ണൊക്കെ കൂട്ടാൻ എടുക്കുന്ന ഒരു പാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ മണ്ണാണേ. മണ്ണും മണലും തമ്മിലുള്ള വ്യത്യാസം എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. ഇത് നമ്മുടെ പറമ്പിൽ നിന്നെടുക്കുന്ന മണ്ണാണേ. അപ്പോൾ അത് ഈ പാത്രത്തിന് ഒരു പാത്രം ഇട്ടു. ഇതാണ് മണൽ. മണലെന്ന് പറഞ്ഞാൽ നമ്മൾ ആറ്റുമണലെന്ന് പറയും. ആറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ തേക്കാനും വാർക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഈ ആറ്റുമണലായിരുന്നു. ഇന്നത് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് പാറപ്പൊടിയിലേക്കും എൻസാൻഡിലേക്കും ഒക്കെ കൂടുതൽ മാറിയിരിക്കുന്നത്. ഇത് ആറ്റുമണലാണ്. കാരണം നമ്മുടെ അഗ്ലോണിമ ചെടികളുടെ ചുവട്ടിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. കൂടുതൽ വെള്ളത്തിൻ്റെ അംശം വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിന് ഒരു പാത്രം തന്നെ മണൽ ചേർക്കുവാണേ. കണ്ടോ, മണൽ ചേർത്തു. ഇനി ഇതിനകത്തേക്ക് ഇടുന്നത് എന്നാണെന്നറിയോ? അതേ അളവിൽ തന്നെ ചാണകപ്പൊടി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതേ പാത്രത്തിന് ഒരു പാത്രം ഉമിയാണേ. മണ്ണിന് നല്ലോണം ഇളക്കം കിട്ടുന്നതിനും വെള്ളം തങ്ങി നിൽക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഉമി ചേർക്കുന്നത്. ഉമി കിട്ടാനുള്ളവർക്ക് ഉമിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഇതേ അളവിൽ തന്നെ ചകിരിച്ചോറാണേ. അപ്പം അതും കൂടെ ഇതിനകത്തേക്ക് ഇടുക. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ നല്ലോണം കൂട്ടി ഇളക്കിയെടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു സ്പൂണോളം സാഫും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ അഗ്ലോണിമ ചെടികൾക്ക് എപ്പോഴും വേരഴുകി പോകുന്ന രോഗം പിടിക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സാഫും കൂടെ ചേർത്തിട്ടുണ്ട്. സാഫ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡുകൾ ചേർത്താൽ മതി. ഇനി ഞാനിത് കൂട്ടി ഇളക്കാൻ പോവാണേ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഈ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി ഇളക്കി വെച്ചിട്ടുണ്ട്. ഈ അഗ്ലോണിമ കൂടുതൽ ചെയ്യുന്നവരെ ഞാൻ ഈ ചെയ്തിരിക്കുന്ന രീതി ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ എനിക്ക് കമൻ്റായിട്ടൊന്ന് പറഞ്ഞു തന്നേക്കണേ. അപ്പം ഞാൻ ഇത് നമുക്ക് പാത്രത്തിലേക്ക് വാരിയിട്ടിട്ട് ചെടിയും കൂടെ നടാം. ഇതുപോലൊരു ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലോണം ഹോൾസ് ഉണ്ട്. നല്ലപോലെ വലിപ്പത്തിലുള്ള ഹോളുകൾ ഇടാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ഹോളുകൾ ഉണ്ടായിരിക്കണം നമ്മുടെ അഗ്ലോണിമ ചെടി നടുന്ന പാത്രത്തിന്. അപ്പോൾ ഈ ഹോളിനകത്തൂടെ നമ്മളിടുന്ന മണ്ണ് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പതുക്കെ ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിനകത്തേക്ക് മണ്ണ് നിറയ്ക്കാം. ഓടിൻ്റെ കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ അത് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഈ ഹോളിനെ ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പം ചെറിയ കല്ലുകളൊക്കെ ഇട്ട് കൊടുത്താലും മതി. ആ ഹോളൊന്ന് അടഞ്ഞിരുന്നാൽ മതി. നമ്മളിടുന്ന മണ്ണ് അതേപോലെ ഒഴുകി പോകാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മണ്ണ് ഇടുവാണേ. കണ്ടോ, ഇത്രയും മാത്രം മണ്ണിട്ടു. അതിലേക്ക് ഞാൻ ഈ ചെടിയാണേ, നോക്കട്ടെ ഊരിപ്പോരുവോ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഈ കവർ അങ്ങ് കീറിയിട്ട് എടുക്കണം. ശരിക്കും ഒരു തരത്തിലുള്ള പൊട്ടലും ഈ ചെടിക്ക് ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണേ. ഇതിൻ്റെ സൈഡൊന്ന് കീറിയിട്ടെടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാലറിയാം ശരിക്കും മണലിനകത്താണ് അവരിന്ന് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ചെറിയ ചെടികൾ തൈകൾ പിടിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ അത് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണൽ മാത്രം. കണ്ടോ, അപ്പം ഞാൻ അതിനെ ഇങ്ങനെ അതേപടി ഇതിനകത്തേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ് ബാക്കി വാരി കുറച്ചും കൂടി ഈ ലെവൽ വരെ ഇട്ടു. ഈ അവസരത്തിൽ നമ്മളിതിന് ഒരു വളവും വേറെ വളം, ഇപ്പം ചാണകപ്പൊടി നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് വേണമെങ്കിലും കൊടുക്കാം. ഇത് കൂടാതെ ഞാൻ ഇതിനകത്ത് ഒരു തരത്തിലുള്ള വളവും കൊടുത്തിട്ടില്ല. ചെടി നല്ലോണം വേര് പിടിച്ച് കഴിയട്ടെ, അപ്പോൾ വേണം നമുക്ക് വളം കൊടുക്കാൻ. ഇനി നമ്മൾ ഇതുപോലെ നട്ടതിന് ശേഷം ഇന്ന് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണല്ലോ. നട്ടുപിടിപ്പിക്കുന്ന അന്ന് ഇതിൻ്റെ ചുവട് നല്ലതുപോലെ നനയത്തക്ക രീതിയിൽ സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിൻ്റെ ചുവട്ടിൽ കൂടെ വെള്ളം വാർന്നു വരും. അതുപോലെ നമ്മൾ നല്ലവണ്ണം ഇതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറേശ്ശെ ഉണ്ട് വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ കണക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ തൊട്ട് നോക്കുമ്പം നനവില്ലാത്ത അവസരത്തിൽ മാത്രം എന്തായാലും ഒരു 5 ദിവസത്തിനെങ്കിലും ശേഷം മാത്രം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ ചെടിയെയും മാറ്റി നട്ടതിന് ശേഷം കാണിച്ചു തരാവേ. ഇവരെ കണ്ടോ, എല്ലാവരെയും പാത്രത്തിനകത്തേക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവരെ ഞാൻ വളർത്താനായിട്ട് വെക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് കാണിക്കാവേ. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ സ്റ്റാൻഡ് അടിച്ചതിലോട്ട് വെച്ചു. ഇപ്പോൾ 2, 4, 5 10 ചോട് ചെടിയാണ് ഞാനിന്നിപ്പോൾ ആദ്യമായിട്ട് അഗ്ലോണിമ തുടങ്ങുന്നത്. നമുക്കറിയാം അഗ്ലോണിമ എന്ന് പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റി ഉള്ള ഒരു ചെടിയാണ്. നമുക്കിതിനി ഇത് കൂട്ടാൻ പറ്റുവാണെങ്കിൽ കൂട്ടാം. ഇതിലില്ലാത്ത തരത്തിലുള്ള ചെടികളൊക്കെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളിതിൻ്റെ പേരൊന്ന് എനിക്ക് എഴുതിയിട്ട് സഹായിക്കുവാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.